പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചില വീടുകളിലെ ഷെയറിങ് എന്ന് പറയുന്നത് വല്ലപ്പോഴും ഇടയ്ക്ക് നടക്കുന്ന കൊട്ടമറിച്ചിലാണ്. ഈ രീതിയിലുള്ള ഒരു ഷെയറിങ് ആണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതെങ്കിൽ, ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് പുള്ളിക്കാരനെ കാണുകയില്ല. ഹല്ലേലൂയ. കാരണം ഇവളീ പറയാനുണ്ടെന്നൊക്കെ പറയുന്നത് എന്നെയും എൻ്റെ വീട്ടുകാരെയൊക്കെ ചീത്ത പറയാനായിട്ടാണ്. അതും പിള്ളേരുമൊക്കെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് കഴിയുന്നിടത്തോളം ഈ രംഗം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ബിസി ആയിട്ട് തിരക്ക് ഭാവിച്ച് തിരക്ക് നടിച്ച് അങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ രംഗം ഒഴിവാക്കി രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്ന പല ഭർത്താക്കന്മാരും ഉണ്ട്. പലപ്പോഴും ഷെയറിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ആ ഷെയറിങ്ങിലൂടെ നമ്മുടെ ബന്ധങ്ങൾ വളരെ ശക്തമായിത്തീരുന്നു. ആ ഷെയറിങ്ങിലൂടെ പരസ്പരം മനസ്സിലാക്കുന്ന കൃപ ലഭിക്കുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഷെയറിങ് ഫലപ്രദമായി നടക്കരുത് എന്നാണ് സാത്താൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് ഷെയറിങ്ങിൽ സാത്താൻ ഇടപെടും. അവൻ ഇടപെടുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യ ഷെയർ ചെയ്യുമ്പോൾ ഭർത്താവിന് തോന്നുന്നു ഇവളെല്ലാ കാര്യത്തിനും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ പിന്നെ അവിടെ ഷെയറിങ് വിജയിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഫോർമുല നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. അതായത്, ഒരു സ്ത്രീയെ അവൾ പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ അകത്ത് പ്രഥമദൃഷ്ടിയാ തന്നെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും വളരെ വ്യക്തമായിട്ട് ഉണ്ട് എങ്കിൽ പോലും അവൾ പറയുന്ന ഒരു വാചകം പോലും നിനക്ക് എതിരായിട്ടുള്ളതല്ല. ഇതാണ് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്. ഇത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ കുടുംബത്തിൽ നല്ല ഒരു ഷെയറിങ് ഉണ്ടാകുകയുള്ളൂ. ഭാര്യ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് വളരെ രൂക്ഷമായ വിധത്തിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളും പദാവലികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവൾ പറയുന്ന ഈ ഒരു കാര്യവും നിനക്ക് എതിരായിട്ടല്ല. ഞാൻ ഒന്നും കൂടി വ്യക്തമായി പറയട്ടെ. ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഭർത്താവ് ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. അത് എനിക്കെതിരായിട്ടാണ്, അങ്ങനെ ഒരിക്കലും അത് എടുക്കരുത്. പിന്നെ അല്ല, വളരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളുണ്ടല്ലോ. പിന്നെ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പിന്നെ എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത്? നമ്മൾ അത് കേൾക്കുമ്പോൾ അവളുടെ മനസ്സിലെ വേദനയുടെ മുറിവിൻ്റെ ആഴമാണ് നമ്മൾ കാണേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ അവളെ വളരെ ശക്തമായ വിധത്തിൽ ബാധിച്ചിരിക്കുന്നു. വളരെ ആഴത്തിൽ അത് അവളെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇത്രയേ അർത്ഥമുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവളുടെ പ്രയാസങ്ങളും വിഷമതകളും ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം അവൾ എടുത്ത നിലപാടിൽ നിന്ന് തന്നെ വീണ്ടും പുറകോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തുമാത്രം ഷെയറിങ് ഒരു സ്ത്രീയിൽ സംഭവിക്കുന്നുവോ അതനുസരിച്ച് ശരിയായ നിലപാടെടുക്കുവാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. അത് ഷെയറിങ്ങിലൂടെ തന്നെ അവൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബം നരകമാകാതിരിക്കണമോ, ഭാര്യയെ കേട്ടേ പറ്റുകയുള്ളൂ. ഭാര്യ പറയുന്ന കാര്യങ്ങൾ അത് എനിക്കെതിരായിട്ടാണ്
എൻ്റെ കുടുംബത്തിനെതിരായിട്ടാണ്. അവളെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്നെ ഒന്നിനും കൊള്ളിയല്ലെന്നാണോ അവൾ പറഞ്ഞത്? അതോ നിനക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നാണോ പറഞ്ഞത്? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളത് പേഴ്സണലായിട്ട് എടുക്കുകയാണ്. അങ്ങനെയൊന്നും അവൾ മീൻ ചെയ്യുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിന് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ ശാന്തി കിട്ടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അവൾ പറയട്ടെ എന്ന് വയ്ക്കുവാൻ തയ്യാറാകണം. ഒരു ആത്മീയമായ അവബോധമുള്ള ഒരു ദൈവാത്മാവിൻ്റെ ഒരു ചെറിയ അഭിഷേകമുള്ള ഒരു ഭർത്താവ് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഒന്ന് മനസ്സിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കേൾക്കാൻ തയ്യാറാകുക. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് അനാവശ്യമായി അത് പേഴ്സണലായി എടുത്ത് നമ്മളെ തന്നെ മുറിവേൽപ്പിക്കുവാൻ ഒരിക്കലും ഇടയാകുകയില്ല. ഹല്ലേലൂയ. ആരോഗ്യപ്രദമായ വിധത്തിലുള്ള നല്ല ഒരു പങ്കുവയ്ക്കൽ അതുവഴി നമ്മുടെ കുടുംബത്തിലുണ്ടാകാനിടയുണ്ടാകും. അതുവഴി നമ്മുടെ ബന്ധങ്ങൾ വളരും. അതുപോലെ തന്നെ ഭർത്താവും സംസാരിക്കുമ്പോൾ അത് ഭാര്യയും പേഴ്സണലായിട്ട് എടുക്കരുത്. അത് എനിക്കെതിരായിട്ടാണ്. അയാളെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്നാണോ എൻ്റെ അർത്ഥം? എൻ്റെ വീട്ടുകാർക്ക് സ്റ്റാൻഡേർഡില്ലെന്നാണോ എൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ അത് ഒത്തിരി മുറിവേൽപ്പിക്കും. അങ്ങനെ മുറിവേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഷെയറിങ് ഇരു കൂട്ടരെയും സുഖപ്പെടുത്തേണ്ട ഒന്നാണ്. പരസ്പരം ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക്, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരേണ്ട ഒന്നാണ്. നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങളിലെ പല സ്ത്രീകളും വീടിന് വെളിയിൽ ഇറങ്ങി കുടുംബത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീടിന് വെളിയിലിറങ്ങി ജോലി ചെയ്ത് അവൾ വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ ശരീരവും മനസ്സും സ്വാഭാവികമായും ഒരു വിശ്രമം ആവശ്യപ്പെടുന്ന മനസ്സാണ്. അങ്ങനെ ഒരു വിശ്രമം ആവശ്യപ്പെടുന്ന ശരീരത്തോടും മനസ്സോടും, അതായത് ക്ഷീണിച്ച മനസ്സോടും ശരീരത്തോടും കൂടി ജോലി കഴിഞ്ഞ് അവൾ വീടിൻ്റെ വരാന്തയിലേക്ക് കയറിക്കഴിയുമ്പോഴേ തന്നെ വിശ്രമിക്കുക എന്ന ചിന്ത അവളുടെ തലയിൽ നിന്ന് പോകുന്നു. വീട്ടിലെ പിടിപ്പത് ജോലികൾ മുഴുവനും എരച്ച് അവളുടെ തലയിലേക്ക് കയറുന്നു. അത്താഴത്തിൻ്റെ കാര്യം, നാളത്തെ പ്രഭാത ഭക്ഷണം, കുട്ടികളുടെ കാര്യം, അടുക്കളയിലെ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒട്ടേറെ വീടിനകത്തുള്ള ഒട്ടേറെ കാര്യങ്ങൾ അത് മുഴുവനും എരച്ച് അവളുടെ തലയിലേക്ക് കയറുന്നു. അപ്പോൾ ശരീരവും മനസ്സുമെല്ലാം ക്ഷീണിച്ചിരിക്കുന്നു. വീടിനകത്തുള്ള തിരക്ക് അതെല്ലാം കൂടെ ഉയർന്നു പൊങ്ങി വളരെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണത്. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയോടാണ് പല ഭർത്താക്കന്മാരും ഇടപെടേണ്ടി വരുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും വീട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തിരക്കും ടെൻഷനും ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അദ്ദേഹം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വീട് അദ്ദേഹം കാണുന്നത് ഒരു വിശ്രമ സ്ഥലമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് ശാന്തമാകാൻ അദ്ദേഹം വീടിനെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ശാന്തമാകുക, വിശ്രമിക്കുക, റെസ്റ്റ് എടുക്കുക, ഈ ഒരു ചിന്തയോടുകൂടി വീട്ടിലേക്ക് ഭർത്താവ് കടന്നു വരുമ്പോൾ ഭാര്യയും ഇത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആവശ്യമായത് ഒരു വിശ്രമമാണ്. അപ്പോൾ അതിനെതിരായ ഒരു സമീപനം ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിന് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമാധാനം കൊടുക്കുക എന്നതാണ്. അദ്ദേഹത്തെ വിശ്രമിക്കാനായിട്ട് അനുവദിക്കുക എന്നതാണ്.
ഇത് പലപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കാറില്ല. ദൈവം സ്വാഭാവികമായും മാതൃത്വം എന്ന ഒരു വിളി, അതിലുള്ള അനുഗ്രഹം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് മറ്റുള്ളവരുടെ മുഖഭാവമൊക്കെ ശ്രദ്ധിച്ച് പലതും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ വളരെ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇയാൾ ഇന്ന് വളരെയധികം വിഷമിച്ചാണ് വന്നിരിക്കുന്നത്, ഇയാൾക്ക് ഇന്ന് എന്തോ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ മനസ്സിലാക്കും. അങ്ങനെ ഭർത്താവ് എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നു എന്ന് ഭാര്യയ്ക്ക് തോന്നിയാൽ ഉടനെ തന്നെ ഭാര്യ ഭർത്താവിനെ സഹായിക്കുവാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് സമീപിക്കുന്നത്. അവൾ ഉടനെ തന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കാൻ തുടങ്ങും. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഭാര്യമാർക്ക് ലഭിക്കുന്നത് ദേഷ്യപ്പെടലും ആട്ടിലും തുപ്പലുമാണ്. ഹല്ലേലൂയ. ഇയാൾക്ക് എന്ത് പറ്റി, ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് കൂടി ചൂടായി വരുന്നു. ഇവിടെയാണ് ഒരു പുരുഷനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ എന്തെങ്കിലും പ്രയാസമോ വിഷമതയോ ഉണ്ടായാൽ അയാൾ കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കും. ആലോചിച്ച് അയാൾ തലയ്ക്കകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ ചെന്നാൽ അയാൾ ഒരിക്കലും ഷെയർ ചെയ്യുകയില്ല. എന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ അതെന്താണെന്ന് അറിഞ്ഞ് അയാളെ സഹായിക്കണമെന്നുള്ള ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് ഇതാ അടുത്ത് ചെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കും. അയാൾ ദേഷ്യപ്പെടും, അയാൾ പറയുകയില്ല. ഇവിടെയാണ് ഒരു സ്ത്രീ പാലിക്കേണ്ട ഒരു വിവേകമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്, അയാളൊരു ചിന്തയിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹം മനസ്സിലൊരു സൊല്യൂഷനൊക്കെ കണ്ട് അയാൾ ഫ്രീ ആവും. ഫ്രീ ആയി കഴിഞ്ഞാലോ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏത് പുരുഷനാണെങ്കിൽ പോലും അയാൾ അത് ഭാര്യയോട് അങ്ങ് പറയും. എടി, ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയും. അത് പറയുക തന്നെ ചെയ്യും, പറയാതിരിക്കുകയില്ല. അപ്പോൾ അയാളത് പറയുന്നതിന് മുമ്പ് തന്നെ അയാളെ പുറകെ നടന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ച് കുടുംബത്തിൽ തല്ലുകൊള്ളുന്ന സ്ത്രീകളുണ്ട്. ഹല്ലേലൂയ. കാരണം ഇയാളുടെ നിയന്ത്രണം വിടുന്നു, ഇയാൾ ദേഷ്യപ്പെടുന്നു. പലപ്പോഴും ഇങ്ങനെ ചെന്ന് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഭർത്താവിന് പറയാനുള്ളത്, നീ എന്നെ അല്പസമയത്തേക്ക് എന്നെ ഒന്ന് ശാന്തമാക്കും, എന്നെ നീ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കൂ. ഇത് കുടുംബത്തിലെ ഒരു ഭർത്താവിൻ്റെ സ്വരമാണ്. ഈ സ്വരത്തെക്കുറിച്ചുള്ള വിവേകം അത് ഒരു കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ നിലനിർത്തുന്നു. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും കുടുംബത്തിൽ ആവശ്യമില്ലാത്ത വിധത്തിലുള്ള ദേഷ്യവും അരിശവും, ചിലർക്ക് ദേഷ്യം വന്ന് ചിലപ്പോൾ തല്ലുവരെ ചെയ്യും. ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്നു. അവർ വിവാഹം കഴിച്ചിട്ട് 25 വർഷമാകുകയാണ്. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്. അപ്പോൾ 25 വർഷമായി അവർ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം അവരോട് ഷെയർ ചെയ്ത കാര്യം ഇതാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ വാചകം ഇതാണ്: നിന്നോടൊരു കാര്യം പറയാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ഭാര്യ ചോദിച്ചത് എന്താണ്? അതായത്, എനിക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ ഞാൻ ചിലപ്പോൾ ഉപദ്രവിക്കും, കയ്യേറ്റം നടത്തിക്കളയും. ഇത് കേട്ടതോടെ അവൾ ആകെപ്പാട് തളർന്നു. ഹല്ലേലൂയ. ഇതല്ലേ ആദ്യം പങ്കുവയ്ക്കേണ്ടത്? ഹല്ലേലൂയ. ഇതല്ലേ കല്യാണത്തിന് മുമ്പ് പറയേണ്ടത്? ഹല്ലേലൂയ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ദേഷ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരാതിരിക്കുക, എത്രയേ ഉള്ളൂ. ഹല്ലേലൂയ.
എന്നെ ശല്യപ്പെടുത്താതിരിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവൾ ചോദിച്ചു, അതിന് നിങ്ങൾ ദേഷ്യത്തിലാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അതിനൊരു അടയാളമുണ്ട്. ഹല്ലേലൂയ, ഞാൻ നന്നായിട്ട് ദേഷ്യത്തിലാണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ നടക്കും, അതാണേ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നീ അടുത്തേക്ക് വന്നേക്കല്. ദേഷ്യമൊക്കെ പോയി കഴിയുമ്പോൾ ഞാനെന്ന് ഇരിക്കും. അപ്പം നീ മനസ്സിലാക്കിയേക്ക ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന്. ഹല്ലേലൂയ. 25 വർഷമായിട്ട് അത് വളരെ കൃത്യമായിട്ട് ആ സ്ത്രീ അനുഷ്ഠിക്കുന്നു, ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പല ഭർത്താക്കന്മാരും വളരെ താല്പര്യത്തോടെ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഭാര്യയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകമാണ്, നീ ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത്, നീ ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത്, കുറച്ച് സമയത്തേക്ക് എന്നെ വെറുതെ വിടുക. ഈ ഒരു കാര്യം പാലിക്കാത്തത് കൊണ്ട് എത്രയോ കുടുംബത്തിലാണ് അനാവശ്യമായ വിധത്തിലുള്ള വഴക്ക്, ദേഷ്യം, തല്ല്, അത് പിന്നീട് വളർന്ന് വേറെ പലതായി മാറി വായി തോന്നിയതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സാത്താൻ മുതലെടുത്ത് കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ നശിപ്പിക്കുന്നത്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഏത് പുരുഷനിലുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ കണക്ഷൻ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടും. ഇത് പല സ്ത്രീകൾക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കും. അവർ ജോലി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കണ്ടവാനും ഫ്രീ ആയി വർത്തമാനം പറയാനൊക്കെ അവർക്ക് സാധിക്കും. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുകയില്ല. ഒരു ഭർത്താവ് രാവിലെ ഒരു എഴുത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന് ഞായറാഴ്ചയല്ലേ, എപ്പോഴാണ് പള്ളിയിൽ പോകേണ്ടത് എന്ന് ചോദിച്ചു. ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല, പുള്ളി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, എപ്പോഴാണ് പള്ളിയിൽ പോകേണ്ടത്? അയാൾ എഴുതിക്കൊണ്ടിരിക്കുക, മിണ്ടുന്നില്ല. ഉടനെ ഭാര്യ, നിങ്ങളുടെ നാക്ക് എന്നെ ഇറങ്ങിപ്പോയോ? അത് നിങ്ങൾ കൈ കൊണ്ടല്ലേ എഴുതുന്നത്, വാ കൊണ്ട് മിണ്ടിയാലെന്താ? വീണ്ടും 2 പ്രാവശ്യം പറഞ്ഞപ്പം അയാൾ എഴുന്നേറ്റ് 2 തെറി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവൾ വിചാരിക്കുക, ഇയാളെന്ത് മനുഷ്യൻ, വാ കൊണ്ടൊന്ന് മിണ്ടിയ പോരെ. അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇയാളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇയാൾ മിണ്ടാൻ പോയി കഴിഞ്ഞാൽ ഇയാളെ കണക്ഷൻ പോകും. പിന്നെ അയാൾ രണ്ടാമത് ഓർത്തെടുക്കണം. ഹല്ലേലൂയ. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് തലച്ചോറിൻ്റെ സംവിധാനം അങ്ങനെയാണ്. എന്നാൽ ഒരു സ്ത്രീയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവൾക്ക് ഒരു പ്രശ്നവുമില്ല, വാ കൊണ്ട് എന്നാ വേണേൽ വിളിച്ചു പറയുള്ളൂ. ഒരു ഫോണിലൂടെ ഒരാൾ സംസാരിക്കുന്നു. ഒരു പുരുഷനാണെങ്കിൽ പറയും, ഒന്ന് മിണ്ടായിരുന്നേ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയും. സ്ത്രീയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഹല്ലേലൂയ ഹല്ലേലൂയ, അവിടെ മിണ്ടുക പറയാതിരിക്കുക, അതൊന്നും അവൾക്ക് പ്രശ്നമില്ല. കാരണം അവളുടെ തലച്ചോറിൻ്റെ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും അവരുടെ ചിന്തയെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് ഒരു പ്രകോപനത്തിലേക്ക്, ഒരു ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് നയിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പുരുഷൻ എന്താണ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എഫേസ്യോസ് ലേഖനത്തിൽ പൗലോസ് അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പുരുഷൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബഹുമാനമാണ്. അത് ഒരു ഭാര്യ കൊടുത്തേ പറ്റുകയുള്ളൂ. ഭാര്യമാർക്ക് സ്നേഹമുണ്ട്, അത് സ്വാഭാവികമാണ്, ആ സ്നേഹമുണ്ട്. പക്ഷേ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹം അശക്തനായിത്തീരും. അതുകൊണ്ട് അദ്ദേഹം ഒരു കുടുംബത്തിൻ്റെ ഹെഡായിരിക്കുന്നിടത്തോളം കാലം ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാര്യം അത് കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പം നമ്മളിനി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടോ? പലപ്പോഴും മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ചോദ്യം ചെയ്യുക, അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാർ കയറി ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ, ഭർത്താവിന് തന്നെ ചില തെറ്റുകൾ എപ്പോഴും പരസ്യമായി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹത്തെ ചെറുതാക്കി വയ്ക്കുക, സംസാരിക്കുക,
മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി സംസാരിക്കുക, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുക, വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തത്തൊക്കെ വേണം സംസാരിക്കുക. അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വർഷങ്ങളോളം കുടുംബത്തിൽ നിലനിൽക്കും. അതുകൊണ്ട് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭർത്താവിന് ബഹുമാനം കൊടുക്കുക എന്ന കാര്യം. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നീ അദ്ദേഹത്തെ ഒരു വിജയിയായി പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും നീ അദ്ദേഹത്തെ ഒരു വിജയിയായി പ്രഖ്യാപിക്കണം. അദ്ദേഹത്തെ ഒരിക്കലും തരം താഴ്ത്തരുത്. അങ്ങനെ തരം താഴ്ത്തുന്ന ഒരു പരിപാടി അത് ഒരു പുരുഷനും ഉള്ളുകൊണ്ട് അംഗീകരിക്കുകയില്ല. അങ്ങനെ ഭർത്താവിന് ബഹുമാനം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെ തന്നെ ഒരു സ്ത്രീക്ക് അത്യാവശ്യമായ സ്നേഹവും പരിഗണനയും സംരക്ഷണവും ഭർത്താവിൽ നിന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഭർത്താവിന് കൊടുക്കുന്ന ഒരു കാര്യവും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് 100% തിരിച്ചു കിട്ടുന്ന ഉറപ്പുള്ള ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനം കൊടുക്കുവാനായിട്ട് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു സൗകര്യമായി സംസാരിച്ചപ്പോൾ ആ സൗകര്യം പറഞ്ഞു, ബഹുമാനം കൊടുക്കണമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ബഹുമാനം കൊടുക്കാനുള്ള എന്തെങ്കിലും അയാൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണ്ടേ? അങ്ങനെയൊന്നും ഇല്ലാത്തിടത്തോളം കാലം എന്ത് ബഹുമാനം കൊടുക്കാനാ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ കൂടിയാണ്. അപ്പൻ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ആരാണ് ആ പൊസിഷൻ വെച്ചിരിക്കുന്നത്? ദൈവം സ്ഥാപിച്ചതാണ് ആ പൊസിഷൻ. ആ വ്യക്തിയെ അവിടെ വെച്ചിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവമാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പൊസിഷനെ ബഹുമാനിക്കുമ്പോൾ, ഭർത്താവ് എന്ന സ്ഥാനത്തെ നീ ബഹുമാനിക്കുമ്പോൾ, അപ്പൻ എന്ന സ്ഥാനത്തെ നീ ബഹുമാനിക്കുമ്പോൾ, അദ്ദേഹത്തെ അവിടെ വെച്ച ദൈവത്തെയാണ് നീ ബഹുമാനിക്കുന്നത്. നീ അദ്ദേഹത്തെ അവമാനിക്കുമ്പോൾ ആ സ്ഥാനത്ത് ആ വ്യക്തിയെ വെച്ച ദൈവത്തെ തന്നെയാണ് നീ അവമാനിക്കുന്നത്. ഹല്ലേലൂയ. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പൊസിഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. അത് സമൂഹത്തിൻ്റെ എല്ലാ നിർമ്മിതിക്ക് വളരെ ആവശ്യമാണ് ഈ റെസ്പെക്റ്റ് എന്ന കാര്യം. ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്നു. അവളുടെ സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വചനം അവളോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ ബൈബിളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, നീ ബൈബിൾ തുറന്ന് ആ വചനം എടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞു. വചനം എടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ നേരെ നോക്കി നിൽക്കുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, നിൻ്റെ കയ്യിൽ ബൈബിൾ തുറന്ന് നീ വായിക്കേ. അപ്പോഴും അവൾ ബൈബിൾ തുറക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നീ തുറന്ന് വായിക്കാത്തത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛനെയും പറഞ്ഞതൊന്നും ഇതിനകത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഞാൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ബൈബിൾ ഇങ്ങോട്ട് വാങ്ങിച്ചു. ബൈബിൾ വാങ്ങിച്ച് ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് അതിനകത്ത് പൗലോസ്ലീഹയുടെ ലേഖനമേ ഇല്ല. അത് മുഴുവൻ വലിച്ചീറി കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, പൗലോസ്ലീഹയുടെ ഒരു ലേഖനം പോലും ഇതിനകത്ത് കാണാനില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, പൗലോസിൻ്റെ ലേഖനമോ? അത് ഞാൻ വായിക്കുകയല്ല. ഞാൻ ചോദിച്ചു, അതെന്താ? പൗലോസ് ഒരു സ്ത്രീ വിദ്വേഷിയാണെന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അല്പോടെ കഴിഞ്ഞപ്പോഴേക്കും ഇവളാകപ്പാടെ ഒന്ന് ചൂടാകാൻ തുടങ്ങി. അവൾ പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയണം. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ സ്ഥാനമാണോ ഉള്ളത്? തുല്യമായ റൈറ്റാണോ ഉള്ളത്? അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയണം. തന്നെയുമല്ല, ബൈബിളിൽ ചില കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയമാകുവിൻ. വീണ്ടും എഴുതി വച്ചിരിക്കുന്നു, ഭാര്യയുടെ ശിരസ് ഭർത്താവാണെന്ന്. അതോടുകൂടി പിന്നെ ചിന്തിക്കാനും ഒക്കെയുള്ള എല്ലാ കഴിവും അതിനകത്ത് തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ 2 തിരുവചനങ്ങൾ
ഇനി ബൈബിളിൽ ആവശ്യമുണ്ടോ എന്ന് അച്ഛനൊന്ന് പറ. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഭാര്യയും ഭർത്താവും തുല്യ അവകാശികളും തുല്യ സ്ഥാനമുള്ളവരുമാണ്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കേണ്ട രീതി യേശു ക്രിസ്തുവിലൂടെയാണ്. എന്നിട്ട് ഞാൻ ഫിലിപ്പിയ ലേഖനത്തിലെ 2-ാം അധ്യായം എടുത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. യേശു ക്രിസ്തു പിതാവിനോട് തുല്യനാണ്. ഇതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് തുല്യനാണ്. യേശു പിതാവിനോട് തുല്യനാണ്. അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് തുല്യയാണ്. എന്നാൽ യേശു എന്ത് ചെയ്തു? ഈ തുല്യത വേണ്ട എന്ന് വെച്ചു. എന്തിനു വേണ്ടി? മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ആ തുല്യത ബോധപൂർവം വേണ്ട എന്ന് വെച്ച് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് എല്ലാ കാര്യങ്ങളിലും പിതാവിന് വിധേയപ്പെട്ട് മരണത്തോളം പിതാവിനെ അനുസരിച്ച് മനുഷ്യൻ്റെ രക്ഷ സാധിച്ചെടുത്ത് അവസാനം ഇതാ നിത്യസമ്മാനത്തിനായി പിതാവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുകയും പിതാവ് എല്ലാ നാമധേയത്തേക്കാൾ വലുതായ നാമധേയം നൽകി പുത്രനെ ആദരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഒരു ഭാര്യ സഞ്ചരിക്കേണ്ട വഴിയെ. അവൾ ഭർത്താവിനോട് തുല്യാണ് എങ്കിലും കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ തുല്യത വേണ്ട എന്ന് ബോധപൂർവം തീരുമാനിച്ചുകൊണ്ട് ഇതാ ഭർത്താവിനോട് വിധേയപ്പെട്ടുകൊണ്ട് ഈശോ നടന്ന വഴിയിലൂടെ നടന്ന് കുടുംബത്തിന് രക്ഷ സാധിച്ചെടുത്ത് അവസാനം ദൈവം അവൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നിത്യസമ്മാനത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഒരു സ്ത്രീയുടെ ജീവിതം. ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ കുടുംബജീവിതത്തിൻ്റെ ഒത്തിരി മേഖലകൾ ഇളകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വേറെ ആരും നിന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ബോധപൂർവമായി യേശു എന്ന മണവാളനെ കണ്ടുകൊണ്ട് ഒരു ജീവിത പങ്കാളിയെ എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്ന ഈ കാര്യം കണ്ടുകൊണ്ട് ഇതാ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇതൊരു അനുസരണത്തിൻ്റെ പാതയാണ്. ഇതൊരു വഴിയാണ്, അനുസരണത്തിൻ്റെ വഴിത്താര. ഏത് വഴിക്കും ഒരു തുടക്കമുണ്ട്. ഹല്ലേലൂയ. അനുസരണത്തിൻ്റെ ഈ വഴിയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ്. അത് ഒരു സഹനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു വേദനയാണ്. എന്നാൽ ഇതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഒരു ഉയർപ്പാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു പരാജയമാണ്. എന്നാൽ ഇതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഒരു വിജയമാണ്. ഈ അനുസരണത്തിൻ്റെ പാതയിലൂടെയാണ് ഒരു ഭാര്യ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവൾ വയ്ക്കുന്ന ഓരോ കാൽച്ചുവടിനും ഇതാ വ്യക്തമായ ഒരു മീനിങ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം നിനക്ക് മുമ്പേ യേശു നടന്ന വഴിയിലൂടെയാണ് നീ നടക്കുന്നത്. ഹല്ലേലൂയ. യേശു തൻ്റെ കാൽപാദത്തിൻ്റെ ചവിട്ടുകൊണ്ട് ചവിട്ടി അനുസരണത്തിൻ്റെ പാതയിലൂടെ മിനുസപ്പെടുത്തിയ എന്ന് പറയുന്നില്ല എങ്കിലും ഈശോ നടന്ന് ഈ പാതയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാ നിൻ്റെ മുമ്പിൽ യേശുവാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ കാണുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ ഭർത്താവുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല വിധത്തിലുള്ള സംഘർഷങ്ങളും ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളും ആർഗ്യുമെൻസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, വെബ്സൈറ്റ് www.drcm.org.